ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചവ്വരിയും മക്രോണിയും വെച്ച് ഒരു അടിപൊളി ടേസ്റ്റിലുള്ളൊരു പാൽ പായസമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നെയ്യിൽ. അപ്പോൾ അതാ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ചട്ടിയിലേക്ക്. ആ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റണം. മുന്തിരിയൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ മുന്തിരിയൊക്കെ ഒന്ന് കോരി മാറ്റാം. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും ആയിട്ടുണ്ട്. ഇനി അത് നെയ്യിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. ഈ ചവ്വരി ഞാൻ ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മണിക്കൂറിന് ശേഷമാണത് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അത് വേവാനായിട്ടുള്ള വെള്ളം മാത്രമേ ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് മക്രോണി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പൗഡർ പോലെ ആക്കിയെടുക്കരുത് കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചവ്വരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നല്ല ചൂടോട് കൂടിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 ലിറ്റർ പാൽ മാത്രമേ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നീട് നമുക്കത് നല്ല കട്ടി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആ പാലൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്കതിലേക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കട്ടിയിൽ തോന്നിയപ്പോൾ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചവ്വരിയും മക്രോണിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇനി കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത നെയ്യും ഉണ്ടായിരുന്നല്ലോ, അതും അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പായസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്.